ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ പറ്റുന്ന രീതിയിൽ ആദരവോടെ ഈശോയെ നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി ഏകിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി ഏകിടുന്നു. ആരാധന 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 അങ്ങേയ്ക്കാരാധന. ആരാധന 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 അങ്ങേയ്ക്കാരാധന. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമീശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേയ്ക്കാരാധന. ആരാധന 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 അങ്ങേയ്ക്കാരാധന. നിന്നാത്മാവാൽ നയിക്കേണമേ, ആത്മാക്കളെ നേടുവാൻ. നിന്നാത്മാവാൽ നയിക്കേണമേ, ആത്മാക്കളെ നേടുവാൻ. നിൻ വിശുദ്ധിയാൽ നിറക്കേണമേ, ഞാൻ നിനക്കായി സാക്ഷിയാകാം. യേശുവേ, നീ ഇനി എന്നും എൻ്റേതു മാത്രം. യേശുവേ, നീ ഇനി എന്നും എൻ്റേതു മാത്രം. ആരാധന 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 അങ്ങേയ്ക്കാരാധന. ആരാധന 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 അങ്ങേയ്ക്കാരാധന. ആരാധന 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 അങ്ങേയ്ക്കാരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന ഈ സമയം ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ കാരുണ്യം സ്വീകരിച്ച് നമ്മൾ കാരുണ്യത്തിൻ്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറണം. ഈ ദൈവിക ചിന്ത നമ്മെ ഭരിക്കേണ്ടതിന് നമുക്കൊരു വചനഭാഗം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള തിരുവചന ഭാഗം. യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക.
അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. ഫരിസേയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. 13-ാമത്തെ വചനം ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ഏതാനും നിമിഷങ്ങൾ ഈ വചനഭാഗം ഹൃദയത്തിൽ ധ്യാനിച്ച് സ്നേഹത്തിൻ്റെ സൽഫലമായ കാരുണ്യം, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവരാക്കി നമ്മെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ അവതാരമായ യേശുവിൻ്റെ മുമ്പിലാണ് നമ്മൾ. ദൈവസ്നേഹമാണ് ദിവ്യകാരുണ്യത്തിൽ നമ്മൾ കാണുക. ഈ സ്നേഹം രുചിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയൊരു നന്മ വരും. അവർ കാരുണ്യം ഉള്ളവരാകും, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവരായി മാറും. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയല്ല കരുണയാണ് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഈ പഠനമാണ് നമുക്ക് ഈ ആരാധനയിൽ ലഭിക്കേണ്ടത്. കർത്താവ് പറഞ്ഞ ഈ വാക്കിൻ്റെ അർത്ഥം, ആഴം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കട്ടെ. നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഈശോയെ, അങ്ങനെ പഠിപ്പിക്കണമേ. സ്നേഹമെന്തെന്ന് അങ്ങനെ പഠിപ്പിക്കണമേ. സ്നേഹത്തിൻ്റെ സൽഫലങ്ങൾ ഏവയെന്ന് അവിടുന്ന് എന്നെ പഠിപ്പിക്കണമേ. തിരുസഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവിധം എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നിന്ന് ആ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് നമുക്ക് ഈ ഗാനത്തിൽ പങ്കുചേരാം. ഒരു നാളും പിരിയാത്ത ദിവ്യ സ്നേഹമാണു നീ. ഒരു നാളും പിരിയാത്ത എൻ്റെ കരുണയാണു നീ. ഇരുളിൽ പ്രകാശമായി നീ എന്നെ പാതയിൽ നയിക്കൂ. നിത്യജീവധാരയായി നീ എന്നുമെൻ്റെ ദാഹം തീർക്കൂ. യേശുവേ സ്നേഹമേ, യേശുവേ സ്നേഹമേ. ഒരു നാളും പിരിയാത്ത ദിവ്യ സ്നേഹമാണു നീ. ഒരു നാളും പിരിയാത്ത എൻ്റെ പുണ്യമാണു നീ.
മുഴുകിടും വേളകളിൽ നേർവഴി തൻ ചിന്തകളായി നാഥൻ കാത്തിടും. അരുതരുതാത്ത വഴികളിൽ ഞാൻ അനുദിനവും നടന്നിടുമ്പോൾ, അരുതരുതാത്ത വഴികളിൽ ഞാൻ അനുദിനവും നടന്നിടുമ്പോൾ, അരുതെന്നു പറഞ്ഞിടുവാൻ വരമായി നീ. ഒരു നാളും പിരിയാത്ത ദിവ്യസ്നേഹമാണു നീ. ഒരു നാളും പിരിയാത്ത എൻ്റെ പുണ്യമാണു നീ. യേശുവേ, ആരാധന. യേശുവേ, ആരാധന. നമ്മുടെ ഹൃദയം തരളിതമാകുന്ന സമയമാണ്. ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മൾ നോക്കിയിരിക്കുന്ന സമയം. ദൈവത്തിൻ്റെ സ്നേഹം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം നമ്മിൽ വന്ന് നിറയുന്ന നിമിഷങ്ങൾ. നമുക്ക് ആ ബോധ്യത്തോടെ അല്പസമയം നമ്മുടെ ദൈവത്തെ, സ്നേഹമായ ദൈവത്തെ, ദിവ്യകാരുണ്യത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു, ആ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മഹനീയ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം അവിടുന്ന് വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. വളരെ സ്വസ്ഥമായി, ശാന്തമായി കർത്താവിൻ്റെ വലിയ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് സംസാരിക്കും. ഹൃദയം കൊണ്ട് ദൈവത്തോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. നാം സ്നേഹമുള്ളവരാണെങ്കിൽ സ്നേഹത്തിൻ്റെ സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കും. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1829 അതിന് കാതലായൊരു സന്ദേശമുണ്ട്. 1829 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ സൽഫലങ്ങളായി എടുത്തു പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നാം സ്നേഹമുള്ളവരാണെങ്കിൽ, കറതീർന്ന സ്നേഹത്തിൻ്റെ ഉടമകളാണെങ്കിൽ ഈ 3 കാര്യവും നമ്മുടെ ജീവിതത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കും. ഒന്നാമത്തെ കാര്യം സന്തോഷം. രണ്ടാമത്തെ കാര്യം സമാധാനം. മൂന്നാമത്തെ കാര്യം കരുണ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കണം. അങ്ങനെയുള്ളവരാണ് സ്നേഹത്തിൽ വളർന്നവർ. ശരിക്കും സന്തോഷം അനുഭവിക്കുന്നവരാണോ? ഏത് സാഹചര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഹബക്കുക്ക് 3:17 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രവാചകൻ പറയാണ്, അത്തിവൃക്ഷം പൂത്താലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. മുന്തിരിച്ചെടിയിൽ ഫലമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. കന്നുകാലി തൊഴുത്തിൽ കന്നുകാലികൾ അറ്റുപോയാലും ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. കാരണം അവിടുന്നാണ് എൻ്റെ ബലം. ഇതുപോലെ ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാൻ പറ്റുന്നവരാണോ നമ്മൾ? അല്ലെങ്കിൽ സ്നേഹത്തിൽ നാം വളരണം. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, സമാധാനം. ആർക്കാണ് സമാധാനം ഉണ്ടാവുക? പാപം ചെയ്യാതെ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ശാശ്വതമായ സമാധാനമുണ്ടാവും. യെശയ്യാ 48:18 പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൽപ്പനകൾ കൃത്യമായിട്ട് പാലിച്ചോ, നിന്റെ സമാധാനം നദി പോലെ ഒഴുകും. ഈ സമാധാനം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നിസ്സാര കാര്യങ്ങൾ വരുമ്പോൾ പോലും അസമാധാനത്തിലേക്ക് നാം വഴുതി വീഴുന്നുണ്ടെങ്കിൽ സ്നേഹത്തിൽ നമ്മൾ വളരണം. നമുക്കതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ കാര്യമാണ് ദൈവകരുണ. ദൈവത്തിൻ്റെ കരുണയും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ഒരവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ സംജാതമാകണം. അങ്ങനെയുള്ളവരാണ് സ്നേഹത്തിൽ വളർന്നവര്, സ്നേഹത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവര് എന്ന് പറയാനാവുക. ഏതാനും നിമിഷങ്ങൾ കണ്ണുകളൊന്ന് അടയ്ക്കാം.
ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കാം. കർത്താവേ, എൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൽ രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. നാം സ്നേഹമുള്ളവരാണെന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റണം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പരോപകാര പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാവുന്ന നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. അങ്ങനെയുള്ളവരാണ് സ്നേഹമുള്ളവർ. 2, സഹോദരപരമായ തെറ്റുതിരുത്തലായിരിക്കണം നാം നടത്തുന്നത്. നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 18:15 മുതൽ വായിക്കുമ്പോൾ, നിന്റെ സഹോദരന് തെറ്റുപറ്റിയാൽ നീയും അവനും മാത്രമുള്ളപ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. സഹോദരപരമായ തെറ്റുതിരുത്തൽ, സഹോദരൻ്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമുള്ള തെറ്റുതിരുത്തൽ. നമ്മൾ കാണുന്നുണ്ട് തെറ്റുതിരുത്തുന്നത് ക്രിസ്തീയമാണ്, പക്ഷെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പൈശാചികമാണ്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ജോബിൻ്റെ ജീവിതത്തിൽ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുന്ന സാത്താൻ. അവൻ പറഞ്ഞു, നീ സൗഭാഗ്യങ്ങളെല്ലാം കൊടുത്തത് കൊണ്ടല്ലേ അവൻ നിന്നെ തള്ളി പറയാത്തത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സക്കറിയ 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ജോഷുവയുടെ മേൽ കുറ്റമാരോപിക്കാൻ നിൽക്കുന്ന സാത്താൻ. പതിവുണ്ട്, സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരാണെങ്കിൽ നമ്മളിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തിയാണ്, ദൈവാത്മാവിൻ്റെ ശക്തിയല്ല. കുറ്റവും കുറവില്ലാത്ത ആരും ഉണ്ടാകണമെന്നില്ല. നമുക്കുണ്ട് നമ്മുടേതായ കുറ്റങ്ങളും കുറവുകളും. നാം മറ്റുള്ളവരെ തിരുത്തുമ്പോൾ അത് സഹോദരപരമായ ഒരു തെറ്റുതിരുത്തലായിരിക്കണം. കർത്താവേ, ഇക്കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇപ്രകാരമല്ലാതെ, ക്രിസ്തീയമല്ലാതെ മറ്റുള്ളവരെ ഒരുപാട് ഞങ്ങൾ കുറ്റപ്പെടുത്തിയ അവസരങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും മറ്റുള്ളവരിൽ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഈശോയെ, അതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു. അവിടുന്ന് എന്നോട് കരുണ കാണിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന വ്യക്തികളായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ അനുതാപ ഗാനത്തിൽ പങ്കുചേരാം. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. ലോകദ്രവ്യ ആശകളാൽ നിന്നെ മറന്നു ഞാൻ. ലോകദ്രവ്യ ആശകളാൽ നിന്നെ മറന്നു ഞാൻ. പാപത്തിൻ്റെ നീർക്കയത്തിൽ വീണു വലഞ്ഞു ഞാൻ. പാപത്തിൻ്റെ നീർക്കയത്തിൽ വീണു വലഞ്ഞു ഞാൻ. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ.
പാപികളെ തേടി വന്ന പാലകനേ സുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ, പാപിയെ കാക്കണേ. ഹൃദയത്തെയും മനസ്സിനെയും ശാന്തമാക്കി ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. സ്നേഹത്തിൻ്റെ സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തഴച്ചു വളരുവാൻ നമുക്കൊന്ന് ആഗ്രഹിക്കാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം. സന്തോഷം, സമാധാനം, കരുണ, ഈ 3 സൽഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ തഴച്ചു വളരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്നേഹം കറതീർന്ന സ്നേഹമായിരിക്കണം. കറതീർന്ന സ്നേഹത്തിന് ചില സൂചനകൾ, ലക്ഷണങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുവാൻ നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കറതീർന്ന സ്നേഹത്തിൻ്റെ 5 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, കറതീർന്ന സ്നേഹമാണ് നമ്മുടെ സ്നേഹമെങ്കിൽ നാം ഉദാരമതികളായിരിക്കും. ജനറോസിറ്റി, ഉദാരമതികളായിരിക്കും. രണ്ടാമത്തെ കാര്യം, കറതീർന്ന സ്നേഹമാണ് നമ്മുടെ സ്നേഹമെങ്കിൽ നാം നിസ്വാർത്ഥരായിരിക്കും. സ്വാർത്ഥമതികളാകില്ല, നിസ്വാർത്ഥരായിരിക്കും. കറതീർന്നതാണ് നമ്മുടെ സ്നേഹമെങ്കിൽ നാം സൗഹൃദം വളർത്തുന്നവരായി മാറും. ഇന്ന് നല്ല സുഹൃത്തുക്കൾ ആരുമില്ലാത്ത വ്യക്തികളുണ്ട്, സ്വാർത്ഥമതികളായിട്ട് കഴിയുന്നവർ. അവർക്ക് അവരുടെ ലോകം. സ്നേഹത്തിൽ വളർന്നാൽ സൗഹൃദം വളർത്തുന്നവരായിട്ട് നമ്മൾ മാറും. കറതീർന്ന സ്നേഹമാണ് നമ്മുടെ സ്നേഹമെങ്കിൽ നമ്മുടെ സംസർഗം അത് വളർന്നുകൊണ്ടിരിക്കും. മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ സംസർഗം അത് സംശുദ്ധമായിരിക്കും, വളർന്നുകൊണ്ടിരിക്കും. 5-ാമത്തെ കാര്യം, കറതീർന്നതാണ് നമ്മുടെ സ്നേഹമെങ്കിൽ നാം പൂർണ്ണത കൈവരിക്കും. അപൂർണത വിട്ട് പൂർണ്ണത കൈവരിക്കുന്നവരായിട്ട് നമ്മൾ മാറും. നമുക്കതിനെല്ലാമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. 1 കൊറിന്തോസ് 10-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം. അതാണ് പൂർണ്ണമായ സ്നേഹം, പൂർണ്ണത കൈവരിച്ചവരുടെ സ്നേഹം. നമ്മുടെ നോട്ടത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും നമ്മുടെ എല്ലാ വ്യാപാരങ്ങളിലും ഇത് പ്രകടമാകുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാൻ 15:2 പറഞ്ഞിട്ടുണ്ട്, ഫലങ്ങൾ കായ്ക്കുന്നതിനെ ദൈവം വെട്ടിയൊരുക്കും. അത് കൂടുതൽ ഫലങ്ങൾ കായ്ക്കാൻ വേണ്ടിയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിലും വെട്ടിയൊരുക്കുന്ന അനുഭവങ്ങൾ അനുവദിക്കുമ്പോൾ സന്തോഷത്തോടെ എടുക്കുവാൻ വേണ്ട കൃപയ്ക്കും അഭിഷേകത്തിനുമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, ഈ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചവരാണിവർ. ഇവർക്ക് വേണ്ടതെല്ലാം അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, സ്നേഹത്തിൻ്റെ സൽഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ തക്കവിധം അവിടുന്ന് ഇവരെ അഭിഷേകം ചെയ്ത് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അവിടുന്ന് കരമുയർത്തി ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശിരസ് നമിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്യാം. നാദാ ആരാധന
നിത്യസ്തുതിക്കേറ്റം യോഗ്യനാം ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ.